അന്താരാഷ്ട്ര യുദ്ധതന്ത്രങ്ങളെയും വ്യോമാക്രമണ രീതികളെയും പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹിസ്ബുളയും ഇസ്രയേൽ വ്യോമസേനയും തമ്മിലുള്ള പോരാട്ടം കരയിൽ നിന്ന് ആകാശത്തേക്ക് അതിശക്തമായി പടർന്നിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇസ്രയേലിന്റെ കരുത്തുറ്റ അപ്പാച്ചെ ഹെലികോപ്റ്ററിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണം. ലോകത്തെ ഏറ്റവും മാരകമായ അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ ഒന്നായ അപ്പാച്ചയെ തകർക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചു എന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വന്ന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങൾക്ക് മുകളിലൂടെ പറന്ന ഹെലികോപ്റ്ററിനെ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള ലക്ഷ്യം വെക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ആകാശത്ത് വെച്ച് മിസൈലുകൾ ഹെലികോപ്റ്ററിനെ പിന്തുടരുന്നത് ക്യാമറകളിൽ പതിഞ്ഞത് അതീവ ഗൗരവത്തോടെയാണ് സൈനിക നിരീക്ഷകർ കാണുന്നത്. മിസൈലുകൾ ഹെലികോപ്റ്ററിൽ ലോക്ക് ചെയ്യുന്ന ആ ഉദ്യോഗജനകമായ നിമിഷങ്ങൾ യുദ്ധമുഖത്തെ ഭീകരത വിളിച്ചോതുന്നതാണ്. സാധാരണയായി ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് പൈലറ്റുമാരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. എന്നാൽ മിസൈലുകളുടെ ഗതി തിരിച്ചുവിടാൻ സഹായിക്കുന്ന ഫ്ലെയറുകൾ ഉപയോഗിച്ചും അതിവേഗത്തിലുള്ള വെട്ടിമാറ്റലുകൾ നടത്തിയും തകർക്കപ്പെടാൻ പോയ ഹെലികോപ്റ്റർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ വെറും വീഡിയോകൾ എന്നതിലുപരി ഹിസ്ബുള്ളയുടെ ആയുധശേഷി എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കേവലം ഗറില്ല യുദ്ധമുറകളിൽ നിന്ന് മാറി അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കരുത്തരായ ശത്രുവിനെ നേരിടാൻ അവർ സജ്ജമായി കഴിഞ്ഞു. ഇസ്രയേൽ വ്യോമസേനയുടെ ആധിപത്യത്തിനു മേൽ ഹിസ്ബുള്ള ഉയർത്തുന്ന ഈ വെല്ലുവിളി വരും ദിവസങ്ങളിൽ പോരാട്ടം കൂടുതൽ രൂക്ഷമാകാൻ കാരണമാകും. അതിർത്തി മേഖലകളിൽ ഇരുവിഭാഗവും അതീവ ജാഗ്രതയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണ് ഈ മേഖല. ഇസ്രയേൽ അതിർത്തി കടന്ന് ലബനിലേക്ക് നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായാണ് ഹിസ്ബുള്ള ഈ നീക്കത്തെ അവതരിപ്പിക്കുന്നത്. ഹെലികോപ്റ്ററുകളെയും വിമാനങ്ങളെയും ലക്ഷ്യം വെക്കാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നത് ഇസ്രയേലിന്റെ സൈനിക തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിക്കും. വീഡിയോയുടെ ആധികാരികത പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകൾ ഭീതിപ്പെടുത്തുന്നതാണ്. ആകാശത്ത് അഗ്നിഗോളങ്ങൾ സൃഷ്ടിക്കുന്ന മിസൈലുകളും അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഹെലികോപ്റ്ററും ആധുനിക യുദ്ധത്തിന്റെ സാങ്കേതിക വശങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഭീതിയോടെയാണ് ഈ ആകാശ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഓരോ ദിവസവും പുതിയ മാനങ്ങൾ തേടുകയാണ്. ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഹിസ്ബുള്ള തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചടി കൂടുതൽ ശക്തമാക്കാനാണ് ഇസ്രായേൽ നീക്കം. രാഷ്ട്രീയമായ ഒത്തുതീർപ്പുകൾക്ക് സാധ്യത കുറയുകയും സൈനികമായ നീക്കങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. ഒരു മിസൈൽ ലോക്ക് ചെയ്യപ്പെടുക എന്നത് ഒരു വിമാനത്തിന്റെയോ ഹെലികോപ്റ്ററിന്റെയോ അവസാനമായിട്ടാണ് പലപ്പോഴും കണക്കാക്കാറുള്ളത്. എന്നാൽ പൈലറ്റിന്റെ മനസാന്നിധ്യവും സാങ്കേതിക വിദ്യയും ഒരു വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഈ സംഭവം പൈലറ്റുമാരുടെ പരിശീലനത്തെയും ഇസ്രയേൽ ഹെലികോപ്റ്ററുകളുടെ പ്രതിരോധ കവചങ്ങളെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മിസൈലുകളുടെ കൃത്യതയും വേഗതയും ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിർത്തി മേഖലയിൽ സൈനികർ നേരിടുന്ന റിസ്ക് എത്രത്തോളം വലുതാണെന്ന് ഈ സംഭവം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടാണ് അവിടെ സൈനിക നീക്കങ്ങൾ നടക്കുന്നത്. ആകാശ പോരാട്ടങ്ങൾ മുറുകുന്നതോടെ ജനവാസ കേന്ദ്രങ്ങളും ആക്രമണത്തിന്റെ നിഴലിലാവുകയാണ്. ലബനന്റെ ആകാശത്ത് നിന്ന് ഇസ്രയേൽ ഹെലികോപ്റ്ററുകൾക്ക് ഇനി അനായാസം പറക്കാനാവില്ലെന്ന സന്ദേശമാണ് ഹിസ്ബുള്ള നൽകുന്നത്. വരും ആഴ്ചകളിൽ ഇസ്രയേൽ വ്യോമസേന കൂടുതൽ കടുത്ത തിരിച്ചടികൾ നൽകാൻ സാധ്യതയുണ്ട്. ഹിസ്ബുള്ളയുടെ മിസൈൽ താവളങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാകും ഇസ്രയേലിന്റെ അടുത്ത നീക്കം. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്ന ആയുധങ്ങൾ സംസാരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ആകാശത്തെ ഈ ഉദ്യോഗജനകമായ നിമിഷങ്ങൾ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ മുന്നറിയിപ്പായിട്ടായിരിക്കാം.